ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 23ാമത്തെ ചാപ്റ്ററാണ് നമ്മളുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം, അതിൽ തന്നെ നമ്മൾ ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് അതിന്റെ എൻട്രി പോയിന്റ് എക്സിറ്റ് പോയിന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഇൻഡിക്കേറ്ററിന്റെ ഹെൽപ്പോട് കൂടി തന്നെ നമ്മളൊരു സ്റ്റോക്കുകൾ കണ്ടെത്തിയതിനു ശേഷം ഇൻഡിക്കേറ്ററുകളുടെ ഹെൽപ്പോട് കൂടി കുറച്ച് ഇൻഡിക്കേറ്ററുടെ ഹെൽപ്പോട് കൂടി നമുക്ക് എൻട്രി പോയിന്റ് എക്സിറ്റ് പോയിന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഈ ഒരു സീരീസിൽ വരുന്ന എല്ലാ ചാപ്റ്ററുകളും തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററുകളും കാണാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്വിംഗ് ട്രേഡിനെ കുറിച്ച് അറിയാനും അതേപോലെ തന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ഡെയിലി അപ്ഡേറ്റഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മുടെ ടെലിഗ്രാമിന്റെ ചാനലിന്റെ ലിങ്ക്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് അപ്സ്റ്റോക്സിൽ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് ഓപ്പൺ ചെയ്യാം. അതിന് വേണ്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് അതിലെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട്സ് എല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് തിരിച്ച് വീണ്ടും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചൂസ് ഫ്രം നിഫ്റ്റി 50 ബിഗിനേഴ്സിന് നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ ഈ 50 സ്റ്റോക്കുകളിൽ നിന്ന് സ്റ്റോക്ക് സെലക്ട് ചെയ്യാനും എന്നിട്ട് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി പോയിന്റ് എക്സിറ്റ് പോയിന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി ഈ നിഫ്റ്റി 50ക്ക് പുറമെ നമുക്ക് നെക്സ്റ്റ് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്, അതിലും ഒരു 50 സ്റ്റോക്സ് ഉണ്ട്. അപ്പം ആ ഒരു സ്റ്റോക്കുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തിന്? ഫണ്ടമെന്റലി അനാലിസിസ് കുറച്ചുകൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട്. കാരണം നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകളും നെക്സ്റ്റ് നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകളും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബിഗിനേഴ്സ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകളും നെക്സ്റ്റ് നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകളും നിങ്ങൾ ആദ്യത്തിൽ അതിൽ നിന്നുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടെ പിന്നിലോട്ട് പോയിട്ട് നല്ല ഗ്രോ അപ്പ് ആവുന്ന സ്റ്റോക്സ് ഏതാന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഈസി ആയിട്ട്. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഈ നിഫ്റ്റി 50 അതേപോലെ നെക്സ്റ്റ് നിഫ്റ്റി 50 സ്റ്റോക്ക് പിക്ക് ചെയ്തതിന് ശേഷം ഒരു സ്റ്റോക്ക് കിട്ടിയെന്ന് കരുതി ചാടിക്കാരി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഒരു 5 സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു 10 സ്റ്റോക്കോ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓരോ സ്റ്റോക്കുകളും നമ്മൾ ഈ ട്രെൻഡ് ലൈൻ അനാലിസിസിന് വിധേയമാക്കണം. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിന്റെയും അനാലിസിസിന് വിധേയമാക്കണം. എന്നിട്ട് അത് പ്രകാരം നമുക്ക് കിട്ടുന്ന എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും, എക്സ്പെഷ്യലി നമുക്ക് എൻട്രി പോയിന്റ് ആണല്ലോ ആദ്യം വേണ്ടത്. അപ്പം എൻട്രി പോയിന്റ് ഇപ്പോഴത്തെ പ്രൈസ് എൻട്രിക്ക് സൂട്ടബിൾ ആണോ അല്ല എന്നുള്ളത് നമുക്ക് ആദ്യം അത് മനസ്സിലാക്കണം. അപ്പം ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു എൻട്രി പോയിന്റ് കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂവിംഗ് ആവറേജ് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എൻട്രി പോയിന്റ് ആൻഡ് എക്സിറ്റ് പോയിന്റ് കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ ടു ഡിഫൈൻ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്. നമുക്ക് കാണാം, ഇതാണ് ഒരു മൂവിംഗ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു റെഡ് ലൈൻ കണ്ടില്ല, ഈ 2 ലൈൻസ് ആണ് അതിന്റെ ഒരു സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ 2 ലൈൻസ് ആണ് ഈ വരുന്നത്. ഈ ഒരു റെഡ് ലൈൻ ആണ് മൂവിംഗ് ആവറേജ് 50യുടെ ലൈൻ ആണ് ഇത്. അതേപോലെ താഴെയുള്ള ഈ ഒരു ഗ്രീൻ ലൈൻ ആണ് മൂവിംഗ് ആവറേജ് 200ന്റെ ഇത് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എപ്പോഴാണ് ഒരു എൻട്രി പോയിന്റ് കിട്ടേണ്ടത്? എപ്പോഴും നമ്മൾ ഈ ഒരു റെഡ് ലൈന് ഗ്രീൻ ലൈനിന് താഴെ വന്നിട്ട് താഴെയിലൂടെ മുകളിലേക്ക് ക്രോസ് ചെയ്ത് കയറി പോകുമ്പോഴാണ് നമുക്കൊരു ബൈയുടെ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ മുമ്പ് ഒരു മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിച്ചതിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതിൽ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആ ബൈയിങ്ങിന്റെ ഇത് എവിടെയാണ് വരുന്നത്? ഈ പോയിന്റ് ആണ് ബൈയിങ്ങിന്റെ, ഇത് കണ്ടില്ല, ഇവിടെയാണ്. അപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തിയാലും നമ്മുടെ പ്രൈസും ഏകദേശം ഈ ഒരു ലെവലിൽ വരുന്ന സമയത്ത് നമുക്ക് അതിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ പ്രൈസ് ഇവിടെ ഞാൻ പറയാം, പ്രൈസ് ഇവിടെ ആയിരുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്താലുള്ള സ്ഥിതി എന്താവും? നേരെ പ്രൈസ് താഴോട്ട് വരും, നമുക്ക് ലോസ് വരും. അപ്പം സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് തന്നെയായിരിക്കും, പക്ഷെ നമ്മൾ എടുക്കുന്ന എൻട്രി പോയിന്റും കൂടെ നമുക്ക് അടിപൊളി ആവണം. അപ്പോഴേ നമുക്കത് പ്രോഫിറ്റ്
ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇത് മൂവിങ് ആവറേജ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു മൂവിങ് ആവറേജ് നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഒന്ന് പ്ലോട്ട് ചെയ്ത് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അപ്സ്റ്റോക്സിന്റെ സൈറ്റിൽ വന്നു, അതിന്റെ പാനലാണുള്ളത്. അപ്സ്റ്റോക്സിൽ തന്നെ ഇൻഡിക്കേറ്ററിൽ വന്നിട്ട് നമ്മുടെ മൂവിങ് ആവറേജ് ആണ് വേണ്ടത്. മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ കണ്ടില്ല, അതിന്റെ തന്നെ ഞാൻ EMA ക്രോസിലാണ് കൊടുക്കുന്നത്. EMA ക്രോസ്. അപ്പൊ തന്നെ 2 ലൈൻ ഇവിടെ പ്ലോട്ട് ആയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിലാണ്, കാരണം നമുക്ക് സ്വിംഗ് ട്രേഡിന് ഉപയോഗിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിം ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് 50 to 100 ആണ്. പക്ഷെ അത് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമ്മൾ 520 മതി കേട്ടോ. 5 ഷോർട്ട് 5 മറ്റേത് 20 മതി. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇതിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷോർട്ട് 5 ആണ്, അതേപോലെ തന്നെ ലോങ് 20 ആണ്. എന്നാൽ റെഡ് ലൈന് 5-ന്റെയും അതേപോലെ തന്നെ ഗ്രീൻ ലൈന് 20-യുടേതുമാണ്. അത് നമ്മൾ പ്ലോട്ടായി. ഇതിപ്പോ പ്ലോട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എവിടെയൊക്കെ ഞാൻ കുറച്ച് ബാക്കിൽ തന്നെ വരാം. ഇവിടെ നോക്കാം. നമുക്ക് നമ്മുടെ ഈ ഒരു റെഡ് ലൈൻ കണ്ടില്ല, ഈ റെഡ് ലൈൻ ഇവിടെ താഴെ ഗ്രീൻ ലൈനിന് താഴെ വന്നു, വളരെ ചെറിയ സമയത്തേക്ക് വന്നുള്ളൂ, വന്നിട്ട് മുകളിലോട്ട് ക്രോസ് ചെയ്ത് കയറി അല്ലെ. അവിടെ ഒരു പ്ലസ് പോയിന്റ് കണ്ടില്ലേ, അവിടെയാണ് ശരിക്കും നമ്മുടെ എൻട്രി പോയിന്റ് വരുന്നത് കണ്ടില്ലേ. പക്ഷെ അപ്പം ഈ ഒരു സ്റ്റോക്ക് അദാനി പോർട്ട് ആണ്. ഈ സ്റ്റോക്ക് ഇത് ഒരു സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യല്ല, ഒരു ജസ്റ്റ് ഒരു പേര് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പം ഈ ഒരു സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ട എൻട്രി പോയിന്റും കൂടെ ഈ ഒരു ലെവലിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ കുറച്ചുകൂടെ ബാക്കോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു ദിവസം, ഇത് 2024 ജൂൺ 11 ഈ ഒരു ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെയാണ്. അപ്പൊ ഈ ഇന്നത്തെ ഒരു അനാലിസിസിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നല്ല അടിപൊളി സ്റ്റോക്ക് ആയിട്ട് കിട്ടി. അപ്പൊ നമ്മൾ നേരെ ഇവിടെ വന്നിങ്ങാണ്ട് നമുക്ക് എൻട്രി എടുത്താൽ എങ്ങനെ ഉണ്ടാവും സ്ഥിതി? അതിനെ പിറ്റേന്ന് മുതൽക്ക് തന്നെ മാർക്കറ്റ് നേരെ ഡൗൺ വരും അല്ലെ. അതുകൊണ്ടാണ് അപ്പം ഇതാണ് സ്റ്റോക്ക് നന്നാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എങ്കിലും അതിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് നന്നായാലും എൻട്രി പോയിന്റ് വളരെ ബെറ്റർ ആയിരിക്കണം എന്നാണ്. ഈ സ്വിംഗ് ട്രേഡിൽ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഒരു സ്റ്റോക്ക് കണ്ടെത്തിയ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം നല്ല സ്റ്റോക്കുകളെ കണ്ടെത്തിയിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ഇതിൽ ഏറ്റവും നല്ല പൊസിഷൻ എൻട്രി പോയിന്റിൽ ഏത് സ്റ്റോക്കാണ് ആസ് പെർ ഇൻഡിക്കേറ്ററിന്റെ എൻട്രി പോയിന്റിനായിട്ട് സൂട്ട് ആവുന്നത് എന്ന് നോക്കിയിട്ട് ആ ഒരു സ്റ്റോക്കുകളിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടാവുന്ന കരുതുന്നു. ഇനി അടുത്ത എൻട്രി എവിടെയാണ് വരുന്നത്? ഇവിടെ അപ്പാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഒരു എൻട്രിയുടെ സിഗ്നൽ തന്നിട്ടില്ല. ഇനി അടുത്ത എൻട്രിയുടെ സിഗ്നൽ തരുന്നത് ഇവിടെയാണ് കണ്ടില്ലേ. ഇവിടെയാണ് പിന്നെ അടുത്ത എൻട്രിയുടെ സിഗ്നൽ തരുന്നത്. അപ്പൊ പ്രൈസ് ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ പിന്നീട് വരുന്ന ഒരു എൻട്രി പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഇത് നേരെ താഴോട്ടാണ്. ഇത് നമ്മുടെ എൻട്രി പോയിന്റ് അല്ല, ഇതും താഴോട്ടാണ്. ഇവിടെയാണ് ഈ റെഡ് ലൈന് താഴേന്ന് മുകളിലോട്ടാണ് ക്രോസ് ചെയ്ത് പോകേണ്ടത്. ഗ്രീൻ ലൈനിനെ ക്രോസ് ചെയ്ത് താഴേന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ്, അല്ലാതെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോഴല്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ഒരു എൻട്രി പോയിന്റ് ആണ് ഇവിടെ വരുന്നത് കണ്ടില്ലേ. അപ്പൊ നമ്മളെ പ്രൈസ് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കിട്ടിയ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ അവിടെ കീപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൽ പറയുന്ന ഈ ഒരു പോയിന്റ്സ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു പോയിന്റുകളെ എൻട്രി പോയിന്റുകൾക്ക് പോയിന്റ് ഏതാണോ അതിനെ ബേസ് ചെയ്തിങ്ങാണ്ട് വരുമ്പോൾ നമ്മൾ അതിൽ എൻട്രി എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് നോക്കാം. സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ ഇൻഡിക്കേറ്റർ ടു ഡിഫൈൻ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ്. ഇത് സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്. നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കാണുന്നുണ്ടെങ്കിൽ ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ട്യൂട്ടോറിയൽ എന്ന പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ ഇൻഡിക്കേറ്റർ എന്നുള്ള വീഡിയോ കാണാൻ പറ്റും. ആ ഒരു വീഡിയോ ഒന്നുകൂടെ കളിച്ചതിന് ശേഷം തിരിച്ചു വരിക. എന്നിട്ട് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ നമ്മൾ ഈ സ്റ്റോക്ക് പിക്ക് ചെയ്തതിനു ശേഷം നിഫ്റ്റി 50-ലോ അല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ നെക്സ്റ്റ് 50-ലോ ഉള്ള സ്റ്റോക്കുകളിൽ കുറച്ച് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഇത് ഏതാണ്? ഇത് ഓവർ ബോട്ടം ഏരിയ ആണ് വരുന്നത് അല്ലെ.
ഈ ഒരു ഓവർ ബോട്ടം ഏരിയയുടെ മുകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. മുകളിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ നിന്ന് എന്താ നമ്മൾ പഠിച്ചത്, ഇതൊരു ഓവർ ബോട്ട് ഏരിയ ആണ്. അപ്പം ഓവർ ബോട്ട് ഏരിയ എപ്പോഴും ഒരു ട്രെൻഡ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട്, പ്രൈസ് ഒന്ന് തിരിച്ചിറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അവിടെ നമ്മൾ ബൈ ചെയ്താൽ എന്താവും സ്ഥിതി, മാക്സിമം അത് തിരിച്ചിറങ്ങാനാണ് ചാൻസ്, നമുക്ക് ലോസസിനാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യേണ്ടത് എപ്പോഴും ഓവർസോൾഡ് ഏരിയയിൽ എത്തണം. ഓവർസോൾഡ് ഏരിയ എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്താണ്, ഈ ഒരു ലൈനിന്റെ താഴെയാണ് വരുന്നത്. ആ ഒരു ഓവർസോൾഡ് ഏരിയയിൽ പ്രൈസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. എപ്പോഴും ഈ ഒരു ഓവർസോൾഡ് ഏരിയന്ന് പ്രൈസ് തിരിച്ച് കയറുന്ന ആ ഒരു സമയത്താണ് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ഒരു എൻട്രി പോയിന്റ് വരേണ്ടത് എപ്പോഴും ഈ ഒരു ഓവർസോൾഡ് ഏരിയയിൽ എൻട്രി പോയിന്റും ഓവർബോട്ട് ഏരിയയിൽ നമ്മൾ എക്സിറ്റ് പോയിന്റും ആണ് വരേണ്ടത്. നമുക്കൊരു കാര്യം, നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോവാം. അപ്പൊ അതിനായിട്ട് ഞാൻ അപ്സ്റ്റോക്സിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അതെ, അപ്സ്റ്റോക്സിന്റെ ചാർട്ടിലെത്തി ഞാൻ EMA ക്രോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ ആണ് അല്ലെ, അത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. സ്റ്റോക്കാസ്റ്റിക് നമുക്കിവിടെ വന്നു. സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ നിങ്ങൾ കണ്ടല്ലോ അല്ലെ, 80യുടെ ലൈനാണ് മുകളിൽ പോകുന്നത്, അതേപോലെ തന്നെ 20യുടെ ലൈനാണ് താഴെ കൂടെ പോകുന്നത്. അപ്പം ഈ ഒരു നമ്മൾ എപ്പോഴും എൻട്രി എപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് നമ്മളെ ഈ സ്റ്റോക്കാസ്റ്റിക്കിന്റെ ഗ്രാഫിൽ 20 ലൈനിന് താഴെ വന്നിട്ട് തിരിച്ചു കയറുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പം ഇവിടെ വരെ വന്നിട്ട് പ്രൈസ് നിൽക്കുന്ന സമയത്ത് ഈ ഒരു എൻട്രിയിലാണ് നമുക്ക് ഇവിടെ തിരിച്ചു കയറി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എൻട്രി പോയിന്റ് ആണ് വരുന്നത്. ഇനി ഞാൻ പറയാം, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ 80ന് മുകളിലാണ്. ഇത് ആക്ച്വലി സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ പ്രകാരം ഇത് ഒരു ഓവർബോട്ട് ഏരിയ ആണ് ഇത് അല്ലെ. ഇവിടെ നിന്ന് എപ്പോഴും തിരിച്ചിറങ്ങാനുള്ള ചാൻസസ് ആണ് വളരെ കൂടുതൽ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്താൽ ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പം കണ്ടല്ലോ ഇഷ്ടംപോലെ ഒക്കെ ഇതും ഡേ ക്യാൻഡിൽ തന്നെയാണ്. എപ്പോഴും നമ്മൾ ഒരു സ്വിംഗ് ട്രേഡിന് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഡിഫൈൻ ചെയ്യാനും വേണ്ടി നമ്മൾ ഇൻഡിക്കേറ്ററുകൾ പ്ലോട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ടൈം ഫ്രെയിം ഡേ ടൈം ഫ്രെയിം വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആസ് പെർ എന്റെ വ്യൂല് കേട്ടോ. അപ്പൊ ഇപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ട എല്ലാം ഗ്രീൻ ക്യാൻഡിൽ ആണ്. അപ്പം ഇനി ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നിങ്ങൾ ഈ ഒരു ചാർട്ട് ഓപ്പൺ ആക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ എല്ലാം ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പൊ ഇവിടുന്ന് എൻട്രി എടുക്കാം, കാരണം ഇനിയും ഗ്രീൻ ക്യാൻഡിൽ തന്നെ വരും എന്ന് കരുതിയുള്ള സ്ഥിതി എന്താവും, അവിടുന്ന് അങ്ങോട്ട് പിന്നീട് റെഡ് ക്യാൻഡിലാണ് വരുന്നത്. അപ്പോ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ പ്ലോട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം അറിയാൻ പറ്റും ഈ ഒരു പ്രൈസ്, അതായത് ഈ ഒരു പ്രൈസ് ഇതൊരു ഓവർബോട്ടം ഏരിയയിലാണ്, ഓവർബോട്ട് ഏരിയയിലാണ്. കണ്ടില്ലോ, ഇതൊരു ഓവർബോട്ട് ഏരിയയിലാണ്. അപ്പോ ഇത് 80ക്ക് മുകളിലാണ് വരുന്നത്. അപ്പൊ ഓവർബോട്ട് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്താക്കും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിൽ എൻട്രി എടുക്കില്ല. അതാണ് നമുക്ക് ഇവിടെ ഇതുകൊണ്ടുള്ള മെച്ചം. കാരണം ഇത് നിങ്ങൾ പ്ലോട്ട് ചെയ്യാതെ നിങ്ങൾ നെയ്ക്കഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ ഇത് നല്ല സ്റ്റോക്ക് ആണെന്നും പറഞ്ഞാണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോസ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. കാരണം പിന്നീട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ നമ്മൾ പ്ലോട്ട് ചെയ്തുകൊണ്ട് ഇതിൽ എൻട്രിയുടെ പോയിന്റ് ഇതിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ. ഇനി അടുത്ത് നോക്കാം. അടുത്തൊരു സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ പ്രകാരം നമുക്ക് ഇവിടെയാണ് ഒരു എൻട്രി വരുന്നത്. ഇവിടെ എൻട്രി വന്നതിന് ശേഷം എന്താണ്, ഈ ഒരു എൻട്രി വന്ന് ഇവിടെ വരെ പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് താഴേക്ക് വരുന്നുണ്ട് ഇവിടെ. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന എൻട്രി പോയിന്റ് ഇവിടെയാണ്. ഇവിടെ നിന്ന് വരികയാണെന്ന് ഏകദേശം ഈ ഒരു പോയിന്റിൽ. ഇവിടെ നിന്ന് വന്നേക്കാണെങ്കിൽ എങ്ങനെയാണ്, നല്ല എൻട്രി പോയിന്റ്, കാരണം ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഹൈ ആണ് പോകുന്നത്. എന്നിട്ട് മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ഇവിടേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നോക്കാം, നിങ്ങൾക്ക് സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ പ്രകാരം ഇവിടെ നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. ഈ ഒരു എൻട്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ തന്നെയാണ്, ഈ ഒരു ക്യാൻഡിലാണ് അതിന് എൻട്രി വരുന്നത്. കണ്ടില്ലേ. ഇനി അടുത്തത് പറയുമ്പോഴും സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ ഈ ഒരു പോയിന്റിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ടില്ല. നമ്മൾ ഒരു 1-2 ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്ററിന് ഈ ഒരു ഗ്രാഫ് തിരിച്ച് കയറുന്ന സമയത്താണ് നമ്മൾ ഇതിൽ എൻട്രി എടുക്കേണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ 2 ഇൻഡിക്കേറ്റർ നോക്കിയല്ലേ, ഒന്ന് മൂവിംഗ് ആവറേജും അതേപോലെ സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്ററും. ഈ 2 ഇൻഡിക്കേറ്ററിന്റെ ഹെൽപ്പോട് കൂടി ഒരു സ്റ്റോക്കില് ഒരു എൻട്രി പോയിന്റ് ആൻഡ് എക്സിറ്റ് പോയിന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ.
അപ്പൊ നിങ്ങളൊരു പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനപ്പം ഒരുപാട് ഇൻഡിക്കേറ്ററുകളുടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്. കാരണം ചിലപ്പോൾ മൂവിംഗ് ആവറേജ് തരുന്ന ഇൻഡിക്കേറ്ററിന്റെ പ്രൈസ് ലെവലും എൻട്രി പോയിന്റും അതേപോലെ സ്റ്റൊക്കാസ്റ്റിക് കോഴ്സിൽ തരുന്നതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു 4-5 ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് കിട്ടുന്ന ഒരു പ്രൈസ് റേഞ്ച് എവിടെയാണോ ആ ഒരു റേഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക എൻട്രിക്കും എക്സിറ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് VM Rafiq സൈനിങ് ഓഫ്.